അച്ഛാ ഇപ്പൊ ലൈറ്റ് ആയിട്ടൊക്കെയാണ് കേട്ടാ വരുന്ന രാത്രിയില്. അങ്ങേർക്കറിയാം ഞാൻ ഉറങ്ങാതെ കൺപോളെ തുറന്നു വെച്ചോണ്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്നിട്ട് പോലും ഇങ്ങനെ വരുമ്പോ ഒരു ഗിഫ്റ്റ് പോലും വാങ്ങിച്ചോണ്ട് വരൂല കേട്ടാ. ഞാൻ ഭയങ്കര പ്രതീക്ഷയോടൊക്കെയാണ് കേട്ടാ ഇരിക്കുന്നത്. വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും എനിക്ക് കൊണ്ട് തരുമെന്ന്. എന്നാലും നിങ്ങൾക്കൊന്ന് ചിന്തിച്ചൂടെ? പാരാത്രിക്ക് അവൾ എന്നെ കാത്തിരിക്കുകയാണ്. പോകുമ്പോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോണ്ട് പോണം. അതെന്താണ് ചിന്തിക്കാത്തത്? മര്യാദയ്ക്ക് നിങ്ങൾ വാങ്ങിച്ചു തന്നില്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും തന്നു കഴിഞ്ഞാൽ ഞാൻ അത് മേടിച്ചളയും കേട്ടാ. പിന്നെ കിടന്ന് എൻ്റെ കൂടെ അടികൂടാൻ വരരുത്. ഇടയ്ക്കൊക്കെ ഭാര്യമാരെ പുറത്തൊക്കെ കൊണ്ടുപോയി ഷോപ്പിങ്ങിനൊക്കെ കൊണ്ടുപോയിട്ട് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുക്കണം കേട്ടാ. എന്നാലേ അവര് നിങ്ങളെ കൂടെ നിക്കത്തുള്ളൂ. എന്തിനാണ് എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് നിങ്ങൾ? എന്റെ മനസ്സിനെ ഉത്തേജിപ്പിക്കാൻ നിങ്ങൾ സമ്മതിക്കത്തില്ലയോ? ഇനി വരുമ്പോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോണ്ട് വരണം. പിള്ളേർക്കൊക്കെ സമയം എല്ലാം പറയുന്നെല്ലാം വാങ്ങിച്ചു കൊടുക്കുമല്ലോ. പിന്നെന്താണ് എനിക്ക് വാങ്ങിച്ചു തരാത്തത്? ഞാനും ഒരു കൊച്ചല്ലേ. കല്യാണത്തിന് മുമ്പ് പ്രേമിക്കുന്നത് മാത്രമല്ല, കല്യാണം കഴിഞ്ഞിട്ടും പ്രേമിക്കണമെന്ന് സിനിമാ നടൻ സൂര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെങ്കിലും കേട്ട് നിങ്ങൾക്കൊക്കെ പെരുമാറിക്കൂടെ? ഞാൻ എപ്പോഴും വീട്ടിൽ ഇരിക്കുന്ന ആളാണ്, പുറത്തോട്ടൊന്നും പോകുന്നില്ല. നിങ്ങളല്ലേ എപ്പോഴും പുറത്തോട്ടൊക്കെ പോകുന്ന ഓരോ കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പൊ ഇഷ്ടപ്പെടുന്നതൊക്കെ ഞങ്ങൾക്ക് വാങ്ങിച്ചോണ്ട് തരണം കേട്ടാ. ഓണാണ്ട് കടകളിലെല്ലാം ഓഫറുകളുണ്ട് കേട്ടാ. ഇങ്ങേരോട് ഞാൻ പറഞ്ഞു വാ നമുക്ക് നേരത്തെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കാന്ന്. അപ്പൊ ഇങ്ങേര് പറഞ്ഞു പിന്നെ ആവട്ടെ. ആൾക്കാർ കയറി സാധനങ്ങളെല്ലാം തൂത്തുവാരി കൊണ്ടുപോയിട്ട് കാര്യങ്ങൾ എന്തിനും ഇരിക്കുന്നു. പിന്നെ പോയിട്ട് എന്താന്ന് എടുക്കാതിരിക്കുന്നു? പേപ്പർ വേസ്റ്റുകളാ. അതാണെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് പിള്ളേർ കീറി ഇടുന്നത്.